നമസ്കാരം. നരേന്ദ്രമോദി സർക്കാരിന് മുട്ടുകുത്തിച്ച് ഇന്ത്യൻ യുവജനത നീറ്റ് ചോദ്യപേപ്പർ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയ സമരത്തിന് ആവേശകരമായ വിജയം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്ന പാർട്ടിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ആവശ്യത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. നരേന്ദ്രമോദി സർക്കാരിൽ ആദ്യമായാണ് ഒരു മന്ത്രി രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി രാജിവെക്കുന്നത്. ഹിറ്റടിച്ച് പാറ്റകൾ ട്രാങ്കിളിൻ്റെ നിലപാടിലേക്ക് സ്വാഗതം. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ കുറച്ചു കാലമായി ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയായിരുന്നു. സിലബസിൽ വരുത്തുന്ന മാറ്റങ്ങൾ, പരീക്ഷാ ക്രമക്കേടുകൾ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന കാണാൻ കഴിഞ്ഞു. ഏറ്റവും ഒടുവിലാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേട്. കുട്ടികളുടെ ഭാവി ജീവിതം തന്നെ പന്താടുന്ന ഒന്നായിരുന്നു നീറ്റ് പരീക്ഷയിൽ കണ്ടത്. ക്രമക്കേട് നടന്നതായി കണ്ടെത്തുകയും ഇതിനു പിന്നിൽ വലിയ മാഫിയ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി. കുട്ടികളുടെ മുഴുവൻ സമയവും സമ്പത്തും ചെലവാക്കിയാണ് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. അവിടെയാണ് പരീക്ഷാ ക്രമക്കേട് നടക്കുന്നതും കുട്ടികളുടെ ഭാവി തുലാസിലാകുന്നതും. നിരാശരായ നിരവധി കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ഈ ഘട്ടത്തിലാണ് സമരവുമായി പാർട്ടി മുന്നോട്ടിറങ്ങുന്നത്. ഇന്ത്യൻ യുവതയുടെ ശക്തി എന്തുകൊണ്ടോ ആദ്യ ദിനങ്ങളിൽ ഭരണവർഗം മനസ്സിലാക്കിയില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. സോഷ്യൽ മീഡിയയിലൂടെ സമര സന്ദേശങ്ങൾ പരക്കുന്നത് തടയാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ ആദ്യം സ്വീകരിച്ചത്. എന്നാൽ അതുകൊണ്ടൊന്നും പാർട്ടിയെ തടയാൻ കഴിഞ്ഞില്ല. ചെറിയ സമരങ്ങൾ നടത്തിയിട്ടും അവഗണിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാട് കണ്ടപ്പോഴാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് യുവാക്കൾ നീങ്ങിയത്. ജന്തർ മന്ദറിൽ അനിശ്ചിതകാല സമരം തുടങ്ങിയപ്പോഴും സമരത്തെ അടിച്ചമർത്താമെന്ന് വ്യാമോഹിച്ചു. പാർലമെൻറ്റ് മാർച്ച് നടത്തിയ യുവാക്കൾക്ക് നേരെ ക്രൂരമായ മർദ്ദനമാണ് പോലീസ് അഴിച്ചുവിട്ടത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചും കുട്ടികളെ ആക്രമിക്കുന്ന പോലീസിനെയാണ് കണ്ടത്. 100-ലധികം കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഒരു പെൺകുട്ടി വെന്റിലേറ്ററിലാണ് എന്നത് പോലീസിൻ്റെ അതിക്രമത്തിൻ്റെ നേർസാക്ഷ്യമാണ്. പാർട്ടി സമരം രംഗത്തേക്ക് വന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പോലും ആദ്യഘട്ടത്തിൽ പിന്തുണയുമായി എത്തിയില്ല എന്ന് കാണാൻ കഴിയും. പക്ഷേ യുവാക്കളുടെ പുതിയ പാർട്ടി ദോഷം ചെയ്യുമോ, അണികളെ ചോർത്തിക്കൊണ്ടു പോകുമോ എന്ന ഭയം പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടായെന്ന് സംശയം തോന്നുന്നതിൽ തെറ്റില്ല. എന്നാൽ പാർലമെൻറ്റ് മാർച്ചിൽ ക്രൂരമായി ഇന്ത്യൻ യുവത മർദ്ദനമേറ്റിട്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് സമരവീരം കൂട്ടിയെങ്കിൽ അതിന് പിന്തുണ നൽകിയേ മതിയാകൂ എന്ന് പ്രതിപക്ഷം നിലപാടെടുത്തു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അപ്രതീക്ഷിത നീക്കമാണ് രാജ്യ തലസ്ഥാനത്ത് പിന്നീട് കണ്ടത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിപക്ഷം ഉയർത്തിയ സമരം ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. പ്രതിപക്ഷ നേതാവിനെ വരെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്ന പോലീസിനെയാണ് നാം കണ്ടത്. ജനാധിപത്യ രാഷ്ട്രീയത്തിന് തീരാ കളങ്കമായി ഇത് മാറുകയായിരുന്നു. രാജ്യസഭയിലും ലോകസഭയിലും ഒരുപോലെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത വിധം പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി. ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായെങ്കിലും മന്ത്രി പ്രധാൻ രാജിവെക്കാതെ ചർച്ച നടത്തിയതുകൊണ്ട് കാര്യമില്ല എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. ഇന്ത്യ മുന്നണിയിലുള്ള പാർട്ടികളെല്ലാം സമരത്തിന് മുന്നിട്ടിറങ്ങി. മഴയെപ്പോലും അവഗണിച്ചാണ് മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ പാർലമെൻറ്റിന് മുന്നിൽ സമരം നടന്നത്. പാർട്ടി നടത്തിയ സമരത്തിന് പിന്തുണയുമായുള്ള രാജ്യമെങ്ങുമുള്ള സിനിമ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ രംഗത്തെത്തി. കേരളത്തിൽ തന്നെ നിരവധിയായ താരങ്ങളാണ് പാർട്ടിയുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനം എടുക്കണമെന്നും ആവശ്യപ്പെട്ടത്. മഹാരാഷ്ട്രയിൽ വലിയ സമരങ്ങൾക്കും യുവാക്കൾ തുടക്കം കുറിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോഴാണ് അർദ്ധരാത്രി സെൽഫി വീഡിയോ സന്ദേശവുമായി പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയത്. എന്നാൽ അതുകൊണ്ടൊന്നും ഇന്ത്യൻ യുവതയെ തണുപ്പിക്കാനാവില്ലെന്ന് പിന്നീട് ബോധ്യമായി. യുവാക്കളുടെ സമരം രാജ്യവ്യാപകമായി പടരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ബാരിക്കേഡുകൾ കെട്ടിയും മെട്രോ സ്റ്റേഷനിൽ അടച്ചിട്ടും ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്തും സമരത്തെ തോൽപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ വൃഥാവിലാവുകയായിരുന്നു. സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്തോറും കൂടുതൽ യുവാക്കൾ സമരത്തിലേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങളെ ഓരോന്നോരോന്നായി അംഗീകരിക്കുമ്പോഴും മന്ത്രിയെ നിലനിർത്താൻ കിണഞ്ഞ് ശ്രമിക്കുകയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിന് ശക്തമായ നിയമനിർമ്മാണം തിരക്കിട്ട് മന്ത്രിസഭാ യോഗം
അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടൊന്നും പാറ്റ പാർട്ടിയുടെ സമരാവശ്യത്തെ കെടുത്താനായില്ല. മന്ത്രി രാജിവെക്കുന്നവരെ സമരമെന്ന ആവശ്യത്തിൽ യുവാക്കൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. അവസാനം യുവാക്കളുടെ ആവശ്യത്തിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും മുട്ടുകുത്തി. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരത്തെ അടിച്ചമർത്താനാവില്ല എന്ന് ഒരിക്കൽ കൂടി ഇന്ത്യ തെളിയിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ് ഇവിടെ വെളിവാകുന്നത്. ഇന്ത്യയുടെ യുവാക്കളുടെ ഭാവി പന്താടിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ സ്ഥാനമില്ല. ഇനിയും ഒട്ടേറെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഇതുപോലുള്ള അഴിമതികൾക്കും അരാജകത്വത്തിനും അവസാനമായേ മതിയാകൂ. ഇതൊരു മുന്നറിയിപ്പാണ്. രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിയും ഇനിയും അധിക കാലം മുന്നോട്ട് പോകാനാവില്ല എന്ന സന്ദേശമാണ് ഈ സമരവിജയം നൽകുന്നത്. ഇന്ത്യയിലെ യുവജനത വീണ്ടും വരും. ഭരണവർഗത്തിൻ്റെ ഇത്തരം അഴിമതികൾക്കെതിരെ, കൊള്ളരുതായ്മകൾക്കെതിരെ അന്നൊന്നും അതിനെ എതിർത്ത് തോൽപ്പിക്കാമെന്ന് ഭരണാധികാരികൾ കരുതേണ്ടതില്ല. അന്തിമ വിജയം ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെയാണ്. നന്ദി, നമസ്കാരം.